ൊന്ന് നേടിയെടുത്തോ. അവർ തന്നുപോയ സ്നേഹത്തിനു പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പറുദീസയിലൂടെ പാറി പറന്നുകൊണ്ട് കടന്നു പോകുമ്പോ ഉമ്മാനെ മറക്കുന്ന മക്കളാ, വാപ്പയെ മറക്കുന്ന മക്കളാ. വാപ്പമാരെ കാലഘട്ടം മോശമാണ്, വാപ്പമാരെ ഈ കാലഘട്ടം മോശമാണ്. മനസ്സിരുത്തിയിട്ട് എന്റെ പൊന്നു വാപ്പമാര് ദുആ ചെയ്തോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വാപ്പമാരോട് പ്രത്യേകിച്ച് പറയാ, മുടക്കല്ലേ വാപ്പ. ഇന്ന് പോലും ബാപ്പാന്റെ കരണത്തടിച്ച മകന്റെ വാർത്ത വായിച്ചവരാണ്, ബാപ്പയോട് വഴക്കിടുന്ന മക്കളുടെ കഥ കേട്ടവരാണ്. ഫേസ്ബുക്കിലൂടെ ഇന്നത്തെ ദിവസം ഈ കാസർഗോഡിന്റെ മണ്ണിൽ നമ്മൾ അറിഞ്ഞു പോയതാണ്. വാപ്പാന്റെ മുഖത്തേക്ക് പേന കൊണ്ട് കുത്തിയ മകന്റെ കാലമാ. അതുകൊണ്ട് വാപ്പാ സൂക്ഷിക്കണേ. റബ്ബനാ, ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന അല്ലാ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിൽ ഭാര്യമാരിൽ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. കൊച്ചുമക്കളാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കരുത്. എൻ്റെ മകന് 6 വയസ്സല്ലേ പ്രായമായുള്ളൂ, 7 വയസ്സല്ലേ പ്രായമായുള്ളൂ, കുറച്ചുകൂടെ വളർന്നു വരട്ടെ. പോരാ പോരാ, മക്കള് കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ ഈ ഇരിക്കുന്ന മുഴുവൻ വാപ്പമാരും ദുആ ചെയ്യാനാ. അല്ലാ, കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണയല്ലാ. 40 വയസ്സായ വാപ്പമാര് ഖുർആനിന്റെ വരായത്ത് പതിവാക്കണം. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. മക്കള് പ്രായപൂർത്തിയായിട്ട് കടന്നു വരികയാണ്. 12 വയസ്സ് കഴിഞ്ഞു, 13 വയസ്സ് കഴിഞ്ഞു, 14ാമത്തെ വയസ്സിലേക്ക് ആൺമക്കളും പെൺമക്കളും കടന്നു വരികയാണ്. എന്നാൽ ഉമ്മയും ബാപ്പയും പതിവാക്കണേ, വഅസ്ലിഹി ലീ ദുർരിയതി. ഇത് ഖുർആനിന്റെ ആയത്താണ്. പടച്ചവനെ, ഈ കാലഘട്ടത്തിലൂടെ വളർന്നു വരുന്ന മക്കള്, പടച്ച റബ്ബേ, 10 വയസ്സുള്ള മകനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, 12 വയസ്സുള്ള മകനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ, വഅസ്ലിഹി ലീ ദുർരിയതി. എന്റെ കുട്ടിയെ നന്നാക്കി തരണേ പടച്ചോനെന്ന. ഇത് ഖുർആനിന്റെ ആയത്താണ്. മക്കൾക്ക് പ്രായമായി വരുമ്പോഴും വാപ്പ 40 വയസ്സിലേക്ക് കഴിയുമ്പോഴും ഏതൊരു വാപ്പന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും ഈ ദുആ ഉണ്ടാവണം. ആ ദുആ നമ്മുടെ ഖൽബിലേക്ക് വരുമ്പോ നാളെ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയമായ നമ്മുടെ മക്കൾ വരും, പടച്ചോനെ എൻ്റെ വാപ്പല്ലേ കിടക്ക, വാരിയെടുക്കും. മലവും മൂത്രം ഉണ്ടെങ്കിൽ അവർ നോക്കൂല, റബ്ബേ എൻ്റെ ഉപ്പയാണ്, അല്ല എൻ്റെ കൊച്ചിനെ നന്നാക്കി തരണേ, അല്ല എൻ്റെ കുട്ടിയെ നന്നാക്കി തരണേ, അല്ല. വാപ്പമാര് വെറുതെ എന്തേ നമ്മൾ എത്രയോ വർത്താനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വരി, ഒരൊറ്റ വരി, പടച്ചോനെ എൻ്റെ മകനെ, ഇല്ലേ 20 വയസ്സുള്ള മകനുണ്ട്, 26 വയസ്സുള്ള മകനുണ്ട്, ഒരൊറ്റ വരി ഈ ദുആ അള്ളാന്റെ ഖുർആനാണ്. നിങ്ങളുടെ മക്കളെ മാറ്റിമറിക്കാതിന് കഴിവുണ്ട്, നല്ല മക്കളാക്കി തരും. ബാങ്ക് കേൾക്കുമ്പോൾ ഓടി വരുന്ന ചെറുപ്പക്കാരാവും നിങ്ങളുടെ മക്കൾ, ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല മക്കളെ നമുക്ക് വേണമല്ലോ. പക്ഷേ ഈ കാലഘട്ടം മോശമാ. മരണത്തെപ്പറ്റി ഞാൻ എവിടെയും എത്തിയിട്ടില്ല. നമ്മുടെ കണ്ണു നിറയുന്ന ചരിത്രങ്ങൾ ഇവിടെ പറയാനുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ. ഒരേ ഒരു ചരിത്രം മാത്രം പറഞ്ഞിട്ട് മരണത്തിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആ സമയം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഫബകാ ബുകാഅൻ ശദീദാ.
കരഞ്ഞ് കരഞ്ഞ് കലങ്ങുകയാണ്. ചോദിച്ചു സഹൽ റളിയല്ലാഹു അൻഹു, അല്ല മുആദ് ബിൻ ജബലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങളുടെ തേങ്ങൽ കേൾക്കുമ്പോ അറിയാതെ കണ്ണു നിറയുന്നല്ലോ, അറിയാതെ മനസ്സ് പിടയുന്നല്ലോ. അതുകൊണ്ട് പറയാമോ മുആദ് ബിൻ ജബലേ റളിയല്ലാഹു അൻഹുമാ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുമരില് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വന്ന് തട്ടുകയാണ്. അവിടെ ഇരിക്കുമോ മോനെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്ന് മുഖമൊന്ന് കഴുകിയിട്ട് വന്നിട്ട് സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, വീടിന്റെ അകത്തട്ടിൽ ഉമ്മയുണ്ടോ? വീടിന്റെ അകത്തട്ടില് പൊന്നുമോന്റെ ബാപ്പയുണ്ടോ? സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ടല്ലോ, അവരെന്റെ ജീവന്റെ ജീവനാ, അവരെന്റെ ജീവന്റെ ജീവനാ. മോനെ, നിനക്ക് പറയാൻ പറ്റുമോ, നിന്റെ കുഞ്ഞായിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നിന്റെ ഉമ്മയോ നിന്റെ ബാപ്പയോ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയെ പറ്റി പറയാൻ പറ്റുമോ? ഇന്നിവിടെ ഇരിക്കുന്ന ഈ പരിശുദ്ധമായ മഹനീയമായ മജ്‌ലിസിൽ ഇരിക്കുന്ന വാപ്പമാര് മക്കൾക്ക് എത്ര നന്മ ചെയ്തവരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് മക്കൾക്ക് എത്ര നന്മ ചെയ്തവരാ. അവര് പോലും അറിയാതെ നന്മകളുടെ കൂമ്പാരങ്ങളായിട്ട് നമ്മുടെ ഓരോ വാപ്പമാരും ഉമ്മമാരും ചെയ്തിരുന്നവരാണ്. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയാ, ഒരു ദിവസം എനിക്ക് പനി പിടിക്കുകയാണ്, എനിക്ക് തലവേദനിക്കുകയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തട്ടിൽ കിടക്കുമ്പോ നേരം വെളുത്തു പനി പിടിച്ച് വിറക്കുന്ന എൻ്റെ മുമ്പില് എൻ്റെ ഉമ്മ കടന്നു വരുന്ന ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്ന് വട്ടമല്ല, പാതിരാത്രിയാകുന്ന ഒരു സമയമുണ്ട്. പാതിരാത്രിയില് ഞാൻ കണ്ണു തുറക്കുമ്പോ ഉറക്കമില്ലാതെ എൻ്റെ ഉമ്മ എൻ്റെ ചാരയിരിക്കുകയാണ്. കണ്ണു തുറന്ന പാട് ചോദിക്കുന്നു, മോനെ, ഉമ്മാന്റെ കുട്ടിക്ക് പനി കുറവുണ്ടോ? തലവേദന കുറവുണ്ടോ? ഉമ്മ ഒരുപാട് മന്ത്രിച്ചു മോനെ. മക്കൾക്ക് പനിയാണെന്നറിഞ്ഞ, മക്കൾക്ക് തലവേദനയാണെന്നറിഞ്ഞ ഉമ്മമാര് കരയാവുന്ന ദിക്റുകളും എല്ലാം ഖുർആൻ അവർ ഓതിക്കൊണ്ട് കടന്നു വരാറുണ്ട്. അവർക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഉമ്മമാരാണ്. എൻ്റെ ഉമ്മാന്റെ ഓർമ്മ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരികയാണ്. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ കടന്നു വരുന്ന മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാത്ത സങ്കടത്തിലാ. ചെറുപ്പത്തിലെ വാപ്പ വിട പറഞ്ഞു പോയി, യതീമാ. നമ്മുടെ നാടുകളിൽ ഒരുപാട് എത്തീമക്കളുണ്ട്. നമ്മളെ